എന്റെ സമയത്തിന് വേണ്ടി ഞാൻ ഈ വീട്ടിലെ ആരെയും വിഷമിപ്പിക്കുന്നില്ല. യെസ്, വിഷ്ണുവർദ്ധന്റെയും മീരയുടെയും വിവാഹം ഏറ്റവും അടുത്ത ദിവസം തന്നെ നടന്നിരിക്കും. അല്ല, ഈ അടുത്ത ദിവസം എന്ന് പറയുമ്പോ നാളെ എങ്കിൽ നാളെ. നാളെയോ? തീയതിയും സ്ഥലവും ഞാൻ അറിയിക്കാം. അല്ല വിഷ്ണു, ഞാൻ കാരണം ആരും വിഷമിക്കാനോ പേടിക്കാനോ പാടില്ല. അതുകൊണ്ട് അടുത്ത ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ നമ്മളുടെ വിവാഹം. ഞാൻ ഇപ്പൊ തന്നെ നല്ലൊരു ജ്യോത്സ്യനെ കണ്ട് മുഹൂർത്തം എഴുതി മേടിക്കാം. ഹാപ്പി? മറ്റുള്ളവരുടെ പേടി മാറ്റാനോ അതോ സ്വയം പേടി തോന്നി തുടങ്ങിട്ടോ ഈ മുഹൂർത്തം കുറിക്കല്? അത് വിവാഹം എന്നാണെന്നൊന്നും തീരുമാനിക്കാതെ. പറഞ്ഞത് കേട്ടില്ലേ? എത്രയും വേഗം. നാളെയെങ്കിൽ നാളെ തന്നെ. എവിടേക്കാ കെട്ടും പാണ്ടവും കേട്ട്? ത്രേസ്യടുത്തി പോവാ. പോകാനോ? 19 വയസ്സ് കഴിഞ്ഞാ പെൻഷൻ പറ്റുണ്ടായോ? ഇപ്പൊ ഏതാണ്ട് അത്രയൊക്കെ ആയി. എവിടേക്കാ ധിക്കരിച്ചിട്ടുള്ള പോക്ക്? ഇനി കുറച്ചു കാലം സ്വന്തം കാര്യം നോക്കി ജീവിക്കണം സാറേ. ഇത്രയും കാലം ഒരു മകനെ പോലെ സാറിന്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞു. നോക്കിയതിന്റെയും മൂട്ടിയതിന്റെയും കണക്ക് പറഞ്ഞ് ഇനിയും കാശ് മേടിക്കാന്ന് കരുതണ്ട. കാശ് അത് മോഹിച്ചിട്ടായിരുന്നെങ്കിൽ ത്രേസ്യടുത്തി മറ്റു വല്ല ജോലിക്കും പോയേനെ. ഈ വീടിനോട് എനിക്കൊരു കടപ്പാടുണ്ടായിരുന്നു. ആ കടപ്പാട് കൊണ്ട് മാത്രം സാറിന്റെ ഇടിയും തൊഴിയും കൊണ്ട് ഞാനിവിടെ കഴിഞ്ഞത്. സഹിക്കാവുന്നതിലധികം സഹിച്ചു. എനിക്ക് ദേഷ്യം വന്ന അങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും. അറിയാം, സാറിന്റെ ദേഷ്യം തീർക്കുന്നത് പലപ്പോഴും ഈ വൈസിയുടെ ശരീരത്തിലാണെന്നും അറിയാം. ഇനി വയ്യ, താങ്ങാനുള്ള ത്രാണിയില്ല. സാറിന്റെ ദേഷ്യം തീർക്കലിനിടയില് ഞാൻ എവിടെയെങ്ങാനും കിടന്ന് ചത്തുപോയാ ചെറുതാണെങ്കിൽ എനിക്ക് ഒരു കുടുംബമുണ്ട് സാറേ. അവരനാഥരാവും. എങ്കി ഇറങ്ങിപ്പോ തോന്നിയിടത്തേക്ക്. ഈ ഒരു വാക്ക വായിൽ നിന്ന് കേൾക്കുന്നതിന് മുമ്പേ പോണോന്ന് കരുതിയതാ ഞാൻ. ആട്ടി ഇറക്കുന്നതിന് മുമ്പേ ഇറങ്ങിപ്പോകണോന്ന് അഭിമാനമുള്ള ഏതൊരാൾക്കും തോന്നും. അങ്ങനെ കഴിയാറില്ലെങ്കിലും. എങ്കി പോരുതോ? എന്തിനാ ഞാൻ വരാൻ വേണ്ടി കാത്തിരുന്നത്? കാത്തിരിപ്പ് തന്നെ ആയിരുന്നല്ലോ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. ചോറും വിളമ്പി വെച്ച് ഉറക്കൊഴിഞ്ഞുള്ള കാത്തിരിപ്പ്. എനിക്ക് നിങ്ങളുടെ പുരാണം കേട്ടോണ്ടിരിക്കാൻ സമയമില്ല. നിക്ക് സാറേ, ത്രേസ്യടുത്ത് ഇറങ്ങുക. പോകുന്നതിന് മുമ്പ് ഒരു കടം വീട്ടാനുണ്ടായിരുന്നു. സാറ് വരാൻ വേണ്ടി കാത്തു നിന്നതും അതിനുവേണ്ടിയാ. എന്ത് കടം? നമ്മുടെയൊക്കെ ജീവിതം തന്നെ ഒരു വലിയ കടമല്ലേ സാറേ? വരാനിരിക്കുന്ന നമ്മുടെ തലമുറയോട് വാങ്ങിക്കുന്ന കടം. അവർക്കല്ലയോ നമ്മുടെ ജന്മത്തിന്റെ പാപത്തിന്റെയും പുണ്യത്തിന്റെയും ഫലം കിട്ടുന്നത്. എനിക്ക് നിങ്ങളുടെ വേദാന്തം കേട്ടോണ്ടിരിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞില്ലേ? ഒന്നും പോയി തരുന്നുണ്ടോ? എന്നാ പിന്നെ വൈകിക്കുന്നില്ല, കടം അങ്ങ് വീട്ടിയേക്കാം.
എന്നെ പെറ്റ് തള്ള ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്നേ തന്നേനെ. തരാൻ വൈകിയതിൽ ക്ഷമിക്കണം. ഈ കയ്യെങ്ങാനും ഇനി എന്റെ ദേഹത്ത് വീണ അതിനുള്ള മറുപടി നീ പറയേണ്ടി വരും. പണ്ടത്തെ പോലെ അല്ല. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾക്കേ കടുത്ത ശിക്ഷയായിപ്പോ. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത ആ പഴയ അടുക്കളക്കാരിയല്ല ത്രേസ്യ, അറിയാലോ. നീ കൊന്നു തള്ളിയെന്ന് കരുതിയ 2 പെൺമക്കളുടെ അമ്മ കൂടിയാ ഞാൻ. ഇനി നിനക്കെന്നെ കാണണമെന്ന് തോന്നുമ്പോ അവിടെ വാ, ഞാൻ അവിടെ ഉണ്ടാവും. വൃന്ദാവനത്തിൽ. പോട്ടെ സാറേ. എന്താ വരാൻ വൈകുന്നെന്ന് കരുതി നിൽക്കായിരുന്നു ഞാൻ. എന്താ മേഡം താക്കോല്? ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഏയ്, എന്ത് ബുദ്ധിമുട്ട്? ഈ വീട് എന്റേതാണെന്നും ഞാൻ മാഡത്തിന് വാടകയ്ക്ക് തന്നതാണെന്നും ആളുകളെ പറഞ്ഞ് ധരിപ്പിക്കാൻ മാഡം പറഞ്ഞു. ഞാനത് ചെയ്തു. ചെയ്തു എന്ന് മാത്രമല്ല, അതെല്ലാരും വിശ്വസിക്കുകയും ചെയ്തു. ആ കാര്യത്തിൽ ചേട്ടനെ സമ്മതിച്ചിരിക്കുന്നു. അഭിനയം അസലായിട്ടുണ്ടാവണം, അല്ലെങ്കിൽ വിഷ്ണുവർദ്ധൻ വിശ്വസിക്കില്ല. സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെ ചോദിച്ചാ ചേച്ചിക്ക് സിനിമാക്കാരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ? ഒരു ബന്ധമില്ല മോനെ. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നേ നായികയായി പോയേനെ. അതോടെ മലയാള സിനിമയുടെ പ്രതിസന്ധി മാറിയേനെ.